ഹലോ ലേഡീസ്, വെൽക്കം ടു തോട്ട് ഓഫ് ദി ഡേ. എൻ്റെ ഒരു ചിന്തയാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് പ്ലീസ് ഡു കമൻറ്റ്. സൂര്യൻ പോലെ ഉദിക്കുന്നതിന് മുമ്പേ കിടക്ക വിട്ടിനേറ്റ് നേരെ കിച്ചണിലേക്ക് കയറുന്ന ഒരാളാണോ നിങ്ങൾ? സുഖമായിട്ട് മൂടി പൊതിച്ച് കിടന്നുറങ്ങുന്ന ഫാമിലി മെമ്പേഴ്സിന് വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ പ്രിപ്പയർ ചെയ്യാനായി സ്വന്തം പെയിനൊക്കെ മറന്നു പോകുന്ന ഒരാളാണോ നിങ്ങൾ? ഒത്തിരി എഫേർട്ട് ഇട്ടിട്ടും എപ്പോഴെങ്കിലും മനസ്സിലേക്ക് ഇതൊക്കെ ഞാൻ ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് എന്നൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടോ? ആ ചിന്ത വീണ്ടും വീണ്ടും വന്നിട്ടുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പം മറ്റുള്ളവർക്ക് വേണ്ടി ഇട്ടുകൊണ്ടിരിക്കുന്ന എഫേർട്ട് കുറയ്ക്കാനുള്ള ടൈമായി എന്നാണ് എൻ്റെ ഒരു തോട്ട്. കാരണം അവരത് വാലിഡേറ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് നമുക്ക് ആ ഡിസപ്പോയിൻമെൻറ്റ് വരുന്നത്. അപ്പോൾ കുറച്ച് സമയം നമുക്കും കൂടെ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അത് പാട്ട് കേട്ടിരിക്കാനാണെങ്കിലും, ഒരു സിനിമ കാണാനാണെങ്കിലും, പഴയ ഒരു ഫ്രണ്ടിനെ പോയി കാണാനാണെങ്കിലും, നല്ലൊരു വസ്ത്രം വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ടാണെങ്കിലും, എന്തോ ആയിക്കോട്ടെ, നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരു ക്വാളിറ്റി സമയം സ്പെൻഡ് ചെയ്യാം. മറ്റുള്ളവർക്കും കൂടെ വേണ്ടിയിട്ട് ഉള്ള ഇമാതിരി പരിപാടികൾ, അല്ലെങ്കിൽ കിച്ചണിലെ വർക്കുകൾ, അല്ലെങ്കിൽ അവരുടെ തുണി അലക്കി കൊടുക്കൽ, മടക്കി വെക്കൽ, ഇതൊക്കെ മാറ്റിയിട്ട്, അപ്പോഴാണല്ലോ നമ്മൾ അവരിൽ നിന്ന് വാലിഡേഷൻ പ്രതീക്ഷിക്കുന്നത്. അതൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ, എന്തൊക്കെയാണ് നമുക്ക് സന്തോഷം തരുന്നതെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. അല്ലാണ്ട് എപ്പോഴും വെണ്ടയ്ക്കയും മുളകും ക്യാരറ്റും കഴുകി ഫ്രിഡ്ജിൽ വെക്കൽ, നാളെ അതെടുക്കാം എന്നുള്ള പ്ലാനിങ് മാത്രമായി പോവാണ്ട്, മറ്റുള്ളവർക്ക് പ്രയോറിറ്റി കൊടുക്കാണ്ട് നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്യാം. അതുപോയി ഒരു ഹോട്ട് ഓയിൽ മസാജിൽ എടുക്കുകയാണെങ്കിലും, ഫേഷ്യൽ എടുക്കലാണെങ്കിലും, ചുമ്മാ എനിക്ക് ഉറങ്ങാൻ തോന്നുവാണെങ്കിലും ഉറങ്ങൂ. അങ്ങനെയെങ്കിലും ഒക്കെ നമുക്ക് നമ്മളെ പ്രയോറിറ്റൈസ് ചെയ്താൽ നേരത്തെ പറഞ്ഞ നിരാശ ഒരല്പം കുറഞ്ഞിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ.